കുറ്റവും ശിക്ഷയും. ഓടിക്കൂടിയവർക്ക് സ്ഥലകാലബോധം വീണ്ടെടുക്കാൻ ഇത്തിരി നേരമെടുത്തു. ഒരു നിമിഷം അന്തം വിട്ടു നിന്ന മമ്മദിക്ക വാതിക്കലേക്ക് ഓടിച്ചെന്ന് ഒഴിഞ്ഞ മീൻകുട്ടയെടുത്ത് അടുക്കളയുടെ നടുക്കോട്ട് വലിച്ചെറിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങനെ മിഴിച്ചു നിൽക്കാണ്ട് ആ മീനൊക്കെ കൊട്ടയിലേക്ക് ഇടീന്. അയാൾ കമഴ്ന്നു കിടന്ന എന്നെ തിരിച്ചു മലർത്തി കിടത്തി. റബ്ബേ എന്നൊരു വിളി മമ്മദിക്കാന്റെ തൊണ്ടയിൽ കുരുങ്ങി. മുഖത്ത് വെള്ളം വീണതിന്റെ അസ്വസ്ഥതയിൽ ഞാൻ കണ്ണു തുറന്നു. വെളുത്ത് തടിച്ച മുഖത്ത് നരയ്ക്കാൻ തുടങ്ങിയ താടിയുള്ള മമ്മദിക്ക കുന്തക്കാലിൽ ഇരുന്ന് എന്നെ താങ്ങി പിടിച്ചിരുന്നു. പിന്നെ കുറെ പേർ ഉദ്വേഗത്തോടെ എനിക്ക് ബോധം തിരിച്ചു കിട്ടാൻ കാത്തു നിന്നിരുന്നു. അത് വിന്നേഴ്സ് ഹോട്ടലിന്റെ സ്റ്റോർ മുറിയായിരുന്നു. അന്റെ പേരെന്താ? അയാൾ സ്നേഹത്തോടെ ചോദിച്ചു. തളർന്ന് അവശനായി ഞാൻ ഒരുവിധം പറഞ്ഞു, ബേബി. അനക്കൊന്നുമില്ലടോ, ബേജാറാവണ്ടട്ടാ. അയാൾ എന്നെ ആശ്വസിപ്പിച്ചു. അല്ല പഹയ, നീ എങ്ങനെയാ വീണു പോയിനി? വല്ല കല്ലുമേലും തട്ടിമറിഞ്ഞിനാ? ഞാൻ ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു. പിന്നെ സ്വകാര്യം പറയും പോലെ പറഞ്ഞു, കണ്ണിന്റെ കാഴ്ച പോയതാ, വിശന്നിട്ടാ, കുറച്ചു ദിവസമായി. പിന്നെ മീൻകൊട്ടയുടെ കനം താങ്ങാൻ പറ്റിയില്ല, അതാ. എന്റെ ശബ്ദം വല്ലാതെ വിറച്ചിരുന്നു. പടച്ചോനെ! അയാൾ എന്നെ അവിശ്വസനീയമായി തുറച്ചു നോക്കിക്കൊണ്ട് ചാടി എഴുന്നേറ്റു. ഇവിടെ കുത്തിയിരുന്നോ, ഭക്ഷണം ഇവിടെ തരാട്ടോ. അയാൾ ധൃതി വെച്ച് പോകുന്നതിനിടയിൽ കൂടി നിന്നവരെ ശാസിച്ചു. എല്ലാരും ഇവിടെ ഇങ്ങനെ കൂടി നിൽക്കാണ്ട് പോയി പണിയെടുക്കിൻ. അലിയാരെ, നീ പോയിട്ട് കുടിക്കാൻ വെള്ളം കൊണ്ടാ. മമ്മദിക്കയുടെ വാത്സല്യം എന്നെ അതിശയിപ്പിച്ചു. ഇത്തിരി സമയം കഴിഞ്ഞപ്പോൾ ഒരു പ്ലേറ്റ് നിറയെ അപ്പവും കറിയും എന്റെ മുന്നിൽ ഹോട്ടൽ ബോയ് അലിയാര് കൊണ്ടുവച്ചിട്ട് അവൻ വെള്ളം എടുക്കാൻ ഓടി. കുറേ ദിവസങ്ങൾക്ക് ശേഷം കൺമുന്നിൽ ഇത്രയും ഭക്ഷണം കണ്ടപ്പോൾ ഞാൻ അതിലേക്ക് നോക്കി മിഴിച്ചിരുന്നു. എന്നാണ് ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചതെന്ന് ഓർത്തെടുക്കാൻ ശ്രമിച്ചു. ആർത്തിക്കും ആക്രാന്തത്തിനും പകരം എന്റെ തൊണ്ട വരണ്ടു. എനിക്ക് കരച്ചിൽ വന്നു. അലിയാര് വെള്ളവുമായി വന്നു. ഭക്ഷണത്തിലേക്ക് തുറിച്ചു നോക്കിയിരിക്കുന്ന എന്റെ അടുത്ത് വന്ന് അവൻ കുത്തിയിരുന്നു. നിന്റെ പേരെന്താ? പൊട്ടിപ്പോകാവുന്നൊരു കരച്ചിൽ എന്നെ വീർപ്പ് മുട്ടിച്ച് നിന്നതിനാൽ ഞാൻ അവനോട് പേര് പറഞ്ഞില്ല. പകരം അവൻ കൊണ്ടുവന്ന വെള്ളം ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. കിട്ടുമ്പോ വയറ് നിറച്ച് കഴിച്ചോളണം. നാളെ ഇത് കിട്ടുമോന്നറിയില്ല. ഇന്നലെ ഇവിടെ നിന്ന ഹമീദ് ഇന്ന് തെരുവില. പട്ടിണിയായിരിക്കും. നാളെ ഞാൻ, അല്ലെങ്കിൽ നീ. പണിയില്ലെങ്കിൽ നമ്മളെപ്പോലുള്ളവർക്ക് പട്ടിണിയാ. ഞാനും കുറേ പട്ടിണി കിടന്നതാ. ഞാൻ അവനെ ആരാധനയോടെ നോക്കി. എന്റെ പേര് ബേബി, നിന്റെയോ? അലി, അലിയാര്. ഞാൻ കഴിച്ചു തുടങ്ങി. അവൻ പറഞ്ഞു, ഞാനും മമ്മദിക്കായും കൂടെ നിന്നെ എടുത്തോണ്ട് വന്നത്. നിനക്ക് ബോധമില്ലായിരുന്നു. നീ വീണ ഉടനെ മീനുകളിൽ തട്ടി ഞാനും വീണു. കുറേ പാത്രങ്ങൾ പൊട്ടി. അതൊക്കെ ശമ്പളത്തിൽ പിടിക്കും. ഈ മാസം ഒന്നും കിട്ടില്ല. ഭക്ഷണം എന്റെ തൊണ്ടയിൽ കുരുങ്ങി. ഞാൻ ക്ഷമാപണത്തോടെ അവനെ നോക്കി. അതൊന്നും സാരല്ലടോ, നീ കഴിക്ക്. നിന്റെ ഷർട്ടിന് നല്ല നാറ്റുണ്ട് മീന്റെ. കഴിച്ചിട്ട് അതൊന്ന് കഴുകിയിട്, എന്നിട്ട് പണിക്ക് കയറിയാ മതി. ഞാൻ കുടിക്കാൻ വെള്ളം കൊണ്ടുതരാം. അലിയാര് ഒഴിഞ്ഞ ഗ്ലാസ് എടുത്ത് ഓടിപ്പോയി. കഴുകിയിട്ട ഷർട്ട് ഉണങ്ങും മുൻപ് ഞാൻ കോട്ടയം വിന്നേഴ്സ് ഹോട്ടലിലെ ജോലിക്കാരനായി. അലിയാർക്കൊപ്പം. ഉച്ചയൂണിന് നല്ല തിരക്കായിരുന്നു. അലിയാർക്കൊപ്പം ഞാൻ ഓടി നടന്ന് ഒഴിഞ്ഞ പാത്രങ്ങൾ എടുത്ത് മേശകളൊക്കെ വൃത്തിയാക്കി. മെയിൻ സപ്ലയർ മമദക്കായുടെ ആജ്ഞകൾ അനുസരിക്കാൻ ഞങ്ങൾ മത്സരിച്ചു. തിരക്കൊഴിഞ്ഞപ്പോൾ അലിയാര് പറഞ്ഞു, ഇവിടെ ഒരു മനുഷ്യനേ ഉള്ളൂ, ബാക്കിയെല്ലാം വിഷങ്ങളാ. മമ്മദക്ക അല്ലേ? ഞാൻ ചോദിച്ചു. അയാൾ മുതലാളിയുടെ വിശ്വസ്തനാണ്. അന്യായം കണ്ടാൽ അവരെയും അയാൾ വഴക്കു പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അലിയാരെ, നീ എങ്ങനെ ഇവിടെ എത്തി? വീട്ടുകാരറിയാതെ ചാടിപ്പോന്നതാണോ? എന്റെ ചോദ്യം കേട്ടപ്പോൾ അവൻ ചിരിച്ചു. എന്നിട്ട് മേശയിലിരുന്ന 6 ചില്ല് ഗ്ലാസുകൾ ഒരു കയ്യിലെടുത്ത് അനായാസം ചായത്തട്ടിൽ കൊണ്ടുവച്ച് തിരിച്ചു വന്നു. അലിയാര് ശബ്ദം താഴ്ത്തി പറഞ്ഞു. ഉമ്മ എന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിച്ച് നെറ്റിയിൽ ഒരു മുത്തവും തന്നിട്ട് പറഞ്ഞു, നിന്റെ മോൻ പോയിട്ട് വാ. വയറ് നിറച്ച് എന്നും ഭക്ഷണം കിട്ടണ ഒരു പണി കണ്ടുപിടിക്കണം. ഉമ്മാനെ കാണാൻ ഇടയ്ക്കൊന്ന് വന്നാ മതി നിന്റെ മോന്ന്. ഞാൻ അവനെ ആദ്യം കാണുന്ന പോലെ നോക്കി. കറുത്ത തട്ടമിട്ട് അവന്റെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന അവന്റെ അമ്മയ്ക്ക് എന്റെ അമ്മയുടെ മുഖം. അലി കസേരകളിൽ ഒന്നിൽ മനസ്സ് തളർന്ന് കുത്തിയിരുന്നു. ഞാനും അടുത്തുള്ള കസേരയിൽ അവനോടൊപ്പം ഇരുന്നു. അവൻ കീഴ്പോട്ട് നോക്കി പതുക്കെ പറഞ്ഞു, എനിക്ക് ഉമ്മ മാത്രമേ ഉള്ളൂ. ഉപ്പ ഉമ്മാനെ മൊഴി ചൊല്ലുമ്പോ എനക്ക് 9 വയസ്സാ.
3ാം ക്ലാസ്സില്. ഉമ്മ എന്നെയും കൊണ്ട് ഉമ്മാന്റെ വീട്ടിലേക്ക് പോന്ന്. ഉമ്മാന്റെ വീട്ടിൽ കുറേ പേരുണ്ട്. മഹാദാരിദ്ര്യം. പലപ്പോഴും ഒന്നും തിന്നാൻ കിട്ടില്ല. നീ പിന്നെ പഠിച്ചില്ലേ? 1 കൊല്ലം കൂടെ, 4ൽ തോറ്റു. ഞാൻ അവന്റെ തോളിൽ കൈവച്ചു. ഡ്യൂട്ടിയിലിരുന്ന് കഥ പറഞ്ഞ കിട്ടിയ പണി അങ്ങ് പോവും രണ്ടിന്റെയും. മമ്മദ്ക്ക മുന്നിൽ നിൽക്കണു. ഞങ്ങൾ ചാടി എണീറ്റ് പണികൾ തുടങ്ങി. ഹോട്ടൽ വിന്നേഴ്സിന്റെ മെയിൻ ഹാളിൽ 70 കസേരകളും മേശകളുമുണ്ട്. ചില സമയങ്ങളിൽ തൊട്ടടുത്തുള്ള മനോരമ പ്രസ്സിലെ തൊഴിലാളികൾ ഒരുമിച്ച് വരും. അപ്പോൾ ഭയങ്കര തിരക്കാവും. ഞങ്ങൾക്ക് ഓട്ടങ്ങളും കൂടും. തിരക്കൊഴിഞ്ഞപ്പോൾ അലി അടുത്തു വന്ന് പറഞ്ഞു, ഉമ്മ, നസീറിന്റെ സിനിമ പോലെ ഞാൻ വലിയ ആളായി തിരിച്ചു വരുന്നത് കാത്തിരിപ്പുണ്ടാവും. ശബ്ദമില്ലാതെ അവനൊരു വല്ലാത്ത ചിരി ചിരിച്ചു. എന്റെ മനസ്സൊന്ന് വിങ്ങി. നമ്മളൊക്കെ ജീവിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അലിയാരെ. ഇന്ന് വെളുപ്പിന് മീൻചന്തയിൽ വെച്ച് വിശന്ന് പൊരിഞ്ഞ് ഞാനങ്ങ് മരിച്ചു പോയതല്ലേ. നീ വലിയ ആളായി ഉമ്മയുടെ മുൻപിൽ ചെല്ലുന്നത് സ്വപ്നം കാണണം എന്നും. സ്വപ്നം ഫലിച്ചാലോ? അലി നിവർന്നു നിന്ന് ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, നീ നല്ല കൂട്ടുകാരനാ. മമ്മദ്ക്ക മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അലിയാരെ, ഇത് രാത്രി 9 മണിക്ക് ഇറങ്ങിക്കോ. എന്നിട്ട് വെളുക്കനെ 5 മണിക്ക് കയറണം. മമ്മദ്ക്ക എന്റെ നേരെ തിരിഞ്ഞു. എന്റെ പേര് മറന്നിനല്ലോടാ. ബേബീന്നാ അലിയാണ് മറുപടി പറഞ്ഞത്. നമ്മുടെ ഹോട്ടല് രാത്രി 12 കഴിയുമ്പോ അടയ്ക്കും. അനക്കിന്ന് ആ സമയം വരെ ഡ്യൂട്ടിയാണ്. തിരിഞ്ഞിനാ. നാളെ വെളുക്കനെ അനക്ക് ഡ്യൂട്ടി ഇല്ല. 9 മണിക്ക് കയറിയാ മതി. ഞാൻ അനുസരണയോടെ തലയാട്ടി. എനിക്ക് വല്ലാത്ത ക്ഷീണമുണ്ടായിരുന്നു. നിറഞ്ഞ വയറും മനസ്സുമായി എവിടെയെങ്കിലും ഒന്ന് കിടന്നുറങ്ങാൻ നല്ല കൊതിയുണ്ടായിരുന്നു. കഴിഞ്ഞ 3-4 ദിവസങ്ങളായിട്ട് ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിലും കടത്തിണ്ണകളിലുമായി നേരം വെളുപ്പിക്കുകയായിരുന്നു. സാഹസികമായ മീൻ ചുമടാണ് സത്യത്തിൽ എന്നെ തളർത്തിക്കളഞ്ഞത്. അതാണ് ഇത്ര ക്ഷീണം. 9 മണിക്ക് അലിയാര് ഇറങ്ങാൻ നേരം ഓടി വന്നെന്റെ കയ്യിൽ പിടിച്ചു. 12 കഴിയുമ്പോൾ ഹോട്ടൽ അടയ്ക്കും. അത് കഴിഞ്ഞിട്ട് ചൂലെടുത്ത് ഈ ഹാൾ തൂത്തുവാരി വൃത്തിയാക്കി കഴിഞ്ഞാൽ നിന്റെ ഡ്യൂട്ടി തീരും. ഉറങ്ങിപ്പോകാതിരുന്നാ മതിയായിരുന്നു. അലിയാര് പൊക്കോ, രാവിലെ കാണാം. മമ്മദിക്കയും അലിയാരും രാത്രി 9 മണിക്ക് ഇറങ്ങി. പിന്നെ 2 സപ്ലയർമാരും ഞാനും ഉണ്ടായിരുന്നെങ്കിലും ഒറ്റപ്പെട്ട പോലെ തോന്നി. ആളുകൾ കുറയുമ്പോൾ എവിടെ നിന്നാലും ഒന്നിരുന്നാലും ഉറങ്ങിപ്പോണു. 3 ദിവസം മുമ്പാണ് കോട്ടയത്ത് വന്നത്. ബസ് ഇറങ്ങിയ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ തന്നെ ഇരുന്നുറങ്ങി നേരം വെളുപ്പിച്ചു. 1 രൂപ 75 പൈസയാണ് കയ്യിലുണ്ടായിരുന്നത്. രാവിലെ മുതൽ വൈകുന്നേരം വരെ കോട്ടയം മുഴുവനും കണ്ടു. കണ്ട ഹോട്ടലുകളിലൊക്കെ പണി ചോദിച്ചു. കിട്ടിയില്ല. രാത്രിയോടെ ഉണ്ടായിരുന്ന പൈസയും തീർന്നു. പിന്നീട് 2 ദിവസങ്ങൾ ഏതാണ്ട് മുഴുപട്ടിണിയായിരുന്നു. റോഡരികുകളിൽ എവിടെയൊക്കെ പൈപ്പ് വെള്ളത്തിന്റെ ലഭ്യതയുണ്ടെന്ന് പട്ടിണി ദിവസങ്ങളിൽ ഞാൻ തിരിച്ചറിഞ്ഞു. പരിചയമുള്ള ഒരു മുഖവും ഞാൻ കോട്ടയത്ത് കണ്ടില്ല. ഒരു അന്യഗ്രഹ ജീവിയെപ്പോലെ ഞാൻ ആൾക്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു. അനാഥത്വം എന്താണെന്ന് ഞാൻ പഠിച്ചു. 7ാം ക്ലാസ്സിലേക്ക് ജയിച്ചിട്ടും പഠിപ്പിക്കാത്ത അപ്പച്ചനോടുള്ള ദേഷ്യത്തിന് നാടുവിട്ടതിന്റെ തിക്തഫലങ്ങളിൽ എന്റെ ബാല്യം ഉരുകി. ഹോട്ടൽ വിന്നേഴ്സിന്റെ ക്യാഷ് കൗണ്ടറിന് മുകളിലെ ചുമരിനു മുകളിൽ ജീവനുള്ള ഒരു പുരാവസ്തുവായിരുന്നു ആടുന്ന പെൻഡുലമുള്ള ആ ക്ലോക്ക്. അതിൽ മരണമണി പോലെ 12 അടിച്ചു. ഒരു കസ്റ്റമർ പോലും ഇല്ലായിരുന്നു അപ്പോൾ. നിമിഷ നേരം കൊണ്ട് കടയുടെ മുൻവശത്തെ ഷട്ടർ ഒരു ഹുങ്കാരത്തോടെ അടയപ്പെട്ടു. ഞാൻ പാതി ഉറക്കത്തിൽ ചൂലെടുത്ത് ഇന്നത്തെ ഒടുവിലത്തെ പണി അരമണിക്കൂർ കൊണ്ട് ഒരു വിധം തീർത്തു. എവിടെയെങ്കിലും ഒന്ന് വീണ് കിടന്നുറങ്ങാൻ ഞാൻ ഇടം തേടി. അത്രയും വലിയ ഹോട്ടലിൽ അപ്പോൾ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. എല്ലാവരും പിന്നാമ്പുറത്ത് എവിടെയോ പോയി ഉറങ്ങിക്കാണണം. ഉറങ്ങാനൊരിടം തേടി ഞാൻ പിന്നാമ്പുറത്തേക്ക് നടക്കുമ്പോൾ ചുരുട്ടിപ്പിടിച്ച പുൽപ്പായും തലയിണയുമായി മമ്മദിക്ക ഹാളിലേക്ക് വരണു. ഇക്ക ഉറങ്ങിയില്ലേ? ഇല്ലടോ, വീട്ടിലേക്ക് ഒരെഴുത്ത് എഴുതീന്. വെളുക്കിന് ഡ്യൂട്ടിക്ക് കയറാൻ ഹാളിൽ തന്നെ കിടക്കലാ പതിവ്. ഇക്ക, വല്ലാണ്ട് ഉറക്കം വരണു. എവിടെയാ ഒന്ന് കിടക്കുക? അതിന് പുറകില് സ്റ്റോറിന്റെ തലക്കില് ഇട ഉണ്ടട്ടാ. പക്ഷേങ്കി അന്റെ ഒരു പണിയും കൂടെ ബാക്കിയുണ്ടല്ലോ. ഞാൻ അന്തം വിട്ടു നിന്നു. ഇനിയും എന്തു പണി? വാഴേന്റെ ഒരു 100 ഇല ബാട്ടിയിട്ടാ അന്റെ പണി തീരും. വെളുപ്പിന് അബൂബക്കറിന് ബൽസനട ഉണ്ടാക്കാനുള്ളതാ. മമ്മദിക്ക ഒരു സാധാരണ കാര്യം പറയും പോലെ പറഞ്ഞിട്ട് മെയിൻ ഹാളിലേക്ക് പോയി. ഉറക്കപ്രാന്ത് പിടിച്ച എനിക്ക് ഉറക്ക കരയാൻ തോന്നി. പഴുത്തു കിടന്ന ഇരുണ്ട ദോശക്കല്ലിനരികിൽ എന്റെ തലപ്പൊക്കത്തിൽ വാഴയിലകൾ അടുക്കി വെച്ചിരുന്നു. ഹോട്ടൽ വിന്നേഴ്സിന്റെ വിശാലമായ അടുക്കള
ആളൊഴിഞ്ഞ പൂരപ്പറമ്പ് പോലെ അനാഥമായി കിടന്നു. പഴുത്ത ദോശക്കല്ലിനരികിൽ ഞാൻ പാതി മയക്കത്തിൽ അനാഥ പ്രേതം പോലെ നിന്നു. കോട്ടയത്തെ വാഴയിലകൾ മുറിച്ചു തിരിക്കാത്ത മുഴുവൻ ഇലകളാണ്. ജീവിതത്തിലെ അവസാനത്തെ പണി എന്ന പോലെ ഞാൻ ഒരു ഇലയെടുത്ത് പഴുത്ത ദോശക്കല്ലിലിട്ടു. ഇലയൊന്ന് കരഞ്ഞു, പിന്നെ ഒന്ന് പിടഞ്ഞു. ഒന്ന് തിരിച്ചിട്ടപ്പോൾ കരയാൻ ശേഷിയില്ലാതെ ഇല വാടിത്തളർന്നു. ഞാൻ അടുത്ത ഇലയെ നേരിട്ടു. കലശലായ ഉറക്കം എൻ്റെ കൺപോളകളിൽ പൊതിഞ്ഞു തൂങ്ങി. ഞാൻ പഴുത്ത ദോശക്കല്ലിലേക്ക് വേച്ചു. വീഴ്ചയുടെ പകുതിയിൽ പൊറോട്ടത്തട്ടിൽ പിടുത്തം കിട്ടി. പേടിച്ചു പോയ ഞാൻ അടുത്ത് കണ്ട ഒരു മൈദച്ചാക്കിലേക്ക് ഒന്നിരുന്നു. ഭിത്തിയിലേക്ക് ഒന്ന് ചാരി. അത്രയുമാണ് ആ വലിയ ദിവസത്തെ എൻ്റെ ഓർമ്മ. പിന്നെ ഞാനും എന്നോടൊപ്പം ഹോട്ടൽ വിന്നേഴ്സും ബോധമില്ലാതെ ഉറങ്ങി. വെളുപ്പിന് 5 മണിക്ക് മുമ്പ് ഡ്യൂട്ടിക്ക് കയറാൻ വന്ന അലിയാർക്ക് മൈദച്ചാക്കിലിരുന്ന് ഉറങ്ങുന്ന എന്നെ കണ്ടപ്പോൾ ഭയങ്കര കുറ്റബോധമുണ്ടായി. പുതിയതായി വന്ന ആൾക്ക് കിടന്നുറങ്ങാനുള്ള ഇടം കാണിച്ചു കൊടുക്കാത്തതിൽ അവന്റെ ഉള്ളം നൊന്തു. ഓടി വന്ന് എന്നെ വിളിച്ച് പിടിച്ചെഴുന്നേൽപ്പിച്ചു. ഞാനൊന്ന് പിടഞ്ഞെഴുന്നേറ്റപ്പോഴേക്കും അവൻ എന്നെയും കൊണ്ട് നടന്നു തുടങ്ങി. ഹോട്ടലിന്റെ വലിയ സ്റ്റോർ മുറിക്കപ്പുറത്ത് ഇരുട്ടും ഓടവെള്ളത്തിന്റെ ദുർഗന്ധവുമുള്ള ഒരു ഇടനാഴിയിൽ അവൻ എന്നെ നിർത്തിയിട്ട് അവന്റെ പുൽപ്പായ എടുത്തു തന്നു. ഇവിടെ കിടന്നോ, ഒരു 8 മണിയൊക്കെ കഴിഞ്ഞിട്ട് എഴുന്നേറ്റാ മതി. പാതി മയക്കത്തിൽ നടന്നു വന്ന ഞാൻ അവന്റെ പുൽപ്പായിൽ കിടന്നപ്പോഴേ ഉറങ്ങിപ്പോയി. ഡ്യൂട്ടി സമയം 9 മണിയായിട്ടും എന്നെ ആരും വിളിച്ചുണർത്തിയില്ല. കാരണം രണ്ടാമത്തെ ഉറക്കത്തിൽ ഹോട്ടൽ വിന്നേഴ്സിലെ എൻ്റെ ജോലി എനിക്ക് നഷ്ടപ്പെട്ടിരുന്നു. അതാണ് ആരും എന്നെ വിളിക്കാതിരുന്നത്. വെളുപ്പിന് അടയുണ്ടാക്കാൻ വന്ന അബൂബക്കർ പുതുതായി വന്നവൻ ഇല വാട്ടിയിടാതെ കിടന്നുറങ്ങിയെന്ന് ഉറങ്ങിക്കിടന്ന മുതലാളി യൂസഫ് ഖാനെ വിളിച്ചുണർത്തി പരാതി പറഞ്ഞു. ഓനെ അങ്ങ് പറഞ്ഞു വിട്ടേറെ ഹമുക്ക്. ആ ഒരൊറ്റ വാക്കിലാണ് എനിക്ക് എൻ്റെ ജോലി നഷ്ടമായത്. ഉണ്ടായിരുന്ന പാതി ജീവൻ പണയപ്പെടുത്തി ആൾക്കൂട്ടത്തിനിടയിലൂടെ താങ്ങാൻ പറ്റാത്ത നാറിയൊലിക്കുന്ന മീൻകുട്ട ചുമന്ന് ബോധം കെട്ട് വീണ് നേടിയെടുത്ത ഹോട്ടൽ പണി നഷ്ടമായതറിയാതെ ഞാൻ ഹോട്ടൽ വിന്നേഴ്സിന്റെ ഏതോ ഇടനാഴിയിൽ ഓടവെള്ളത്തിന്റെ ദുർഗന്ധം ശ്വസിച്ച് ഉറങ്ങിക്കിടന്നു. ഈ ഉറക്കത്തിൽ നിന്നും ഉണരാതിരുന്നെങ്കിൽ എനിക്ക് കൊള്ളാമായിരുന്നു. എന്നാൽ കോട്ടയത്തെ മറ്റൊരു പീഡാനുഭവ ദിവസത്തിലേക്ക് 9:30 മണി സമയത്ത് ഞാൻ എൻ്റെ കണ്ണുകൾ തുറന്നു.